ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ്. 3 ഫ്ലേവറിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണിത്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പാല്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഓയിൽ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1 ടീസ്പൂൺ സ്ട്രോബെറി എസൻസും 1 ടീസ്പൂൺ പിസ്ത എസൻസും. ഫസ്റ്റ് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് ഞാൻ ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എഗ്ഗിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഫ്ലോറും പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 3 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് പിസ്തയുടെ സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് പിസ്തയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബാറ്ററിലേക്ക് നേരിട്ടിട്ട് ചേർത്തിട്ടില്ല. ബാറ്ററിന് കുറച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബാറ്ററിൽ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി 2 കേക്കും നമുക്ക് ബേക്ക് ചെയ്യാം. അടുത്തത് ഞാൻ സ്ട്രോബെറിയുടെ സ്പഞ്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോബെറിയുടെ മിക്സ് ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ട്രോബെറിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറിയുടെ സ്പഞ്ചും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് റെഡിയാക്കിയത്. അതിന് വേണ്ടി ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി മിക്സ് ചെയ്തിട്ട് ബാറ്ററിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ടിൽ റിംഗ് ഷേപ്പിലാണ് ലെയറാക്കി എടുത്തിട്ടുള്ളത്.
ഒരു സ്പഞ്ച് 2 സൈസിലായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കി 2 സ്പഞ്ചും റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫസ്റ്റ് ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സൈഡിലൊക്കെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ലെയർ പിസ്തയുടെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഇനി സെൻറ്ററിൽ അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ സ്പഞ്ചും വെച്ച് ഐസിങ് ചെയ്യാം. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറിൽ ഞാൻ ഫസ്റ്റ് സ്ട്രോബെറിയുടെ ലെയറാണ് വെച്ചത്. പിന്നെ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സെൻറ്ററിൽ പിസ്തയുടെ സ്പഞ്ചും വെച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ഇനി ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെയറും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പം മൊത്തം ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ള് ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ള് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതും ഒന്നുകൂടി ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ക്രീം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ക്രീമിൽ പിങ്ക് കളറും പിന്നെ യെല്ലോ കളറും പിന്നെ കുറച്ച് ക്രീമിൽ ഗ്രീൻ കളറും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിങ്ക് കളറിൻ്റെ ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ട് പിങ്ക് കളർ കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് യെല്ലോ ക്രീം വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യാം. സെയിം ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ സൈഡിലായിട്ട് ബോർഡറിൽ ഇതുപോലെ ഒരു ഫ്ലവർ കൊടുക്കാം. ഇനി ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു ചെറിയ ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ വലിയ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ കേക്ക് മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ ഞാൻ കുറച്ച് പിസ്ത വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ട് ഫ്ലവറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ ഒരു 3 ഫ്ലേവറും കൂടി വന്നിട്ട്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.